ശ്രീ വി പരമേശ്വരൻ വളരെ അധികം കാലം ദീർഘകാലം ദില്ലിയിൽ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സീതാറാം യെച്ചൂരിയൊക്കെ നേരിട്ട് മനസ്സിലാക്കുകയും ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് അടുത്ത് ഇടപഴകുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിൻ്റെ സമയമാണ്, ഒരു വേദനാജനകമായ സാഹചര്യമാണ്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിലൊരു നേതാവിനെ, നിങ്ങൾ തമ്മിലുള്ളൊരു അടുപ്പത്തെ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്, അനുസ്മരിക്കുന്നത്? ഏറ്റവും അപ്രോച്ചബിളായിട്ടുള്ള ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. കാരണം എപ്പോൾ നമ്മൾ എപ്പം പോയാലും വളരെ പ്ലസൻ്റായിട്ട് നമ്മളെ സ്വീകരിക്കുകയും നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ്. അതുപോലെ തന്നെ നമുക്കൊരു സംശയം വന്നാൽ ആ സംശയത്തെ വളരെ ക്ലാരിറ്റിയോടുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു നേതാവാണ്. അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അഭാവം പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ യെച്ചൂരിയെ സംബന്ധിച്ച് നമ്മൾ എന്ത് വിഷയം എടുത്താലും ശരി, പിന്നെ ആ വിഷയത്തിൽ ആധികാരികമായിട്ട് നമുക്കുള്ള സംശയങ്ങളെ ദൂരീകരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. കാരണം അദ്ദേഹം എക്കണോമിക്സാണ് പഠിച്ചതെങ്കിൽ പോലും പിന്നെ മറ്റെല്ലാ വിഷയങ്ങളും, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങളിൽ അതിൻ്റെ ന്യൂയാൻസസ് ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് ഇങ്ങനൊരു സമീപനം സ്വീകരിക്കുന്നു, അത്ഭുതകരമായൊരു സമീപനം സ്വീകരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നമ്മളത് യെച്ചൂരിയോട് പോയി ചോദിച്ചാൽ യെച്ചൂരി അതിൻ്റെ കാര്യം പറയും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ശരിയാണ്. കാരണം സഖാവ് പറയുന്നതാണ് അതിൻ്റെ ഒരു ശരി എന്ന് നമുക്ക് ബോധ്യപ്പെടും. അന്നേരം അങ്ങനെയുള്ള ഒരു വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള എല്ലാ നിറം നോക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ട് ബന്ധം വെക്കുന്ന, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ അറിയുന്ന ഒരു നേതാവിനെയാണ് CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നഷ്ടപ്പെടുന്നത്. അത് CPMന് മാത്രമുള്ളൊരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ BJP എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിനുള്ള ശക്തികൾക്ക് ഒരു വലിയ നഷ്ടമായിട്ടിത് മാറുകയാണ്. അതോടൊപ്പം അതിനേക്കാളും വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ, നിങ്ങൾ പിന്നെ കൈത്തിലെ റിപ്പോർട്ടർമാർ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ്. കാരണം കാശ്മീർ ഇഷ്യൂ ആയാലും ശരി, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുന്ന വിഷയമായാലും ശരി, കോൺസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കുന്ന വിഷയമായാലും ശരി, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വലുതാണ്. അതുപോലെ തന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിനുള്ള ഒരു കൂട്ടുകക്ഷി രാഷ്ട്രീയം, ആ കൂട്ടുകക്ഷി രാഷ്ട്രീയം ഹർകൃഷ്ണൻ സുർജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ വന്നതെങ്കിൽ പോലും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായൊരു നേതാവാണ് യെച്ചൂരി. അതുകൊണ്ടാണ് UF ഗവൺമെൻറ് 1966 UF ഗവൺമെൻറ് ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ അതിന് ശേഷം പിന്നെ UPA ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിൽ ഒക്കെ നിർണായക പങ്കുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ആ ആണവ കരാറിൻ്റെ വിഷയത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്, ഏകോപന സമിതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് CPMൽ 2 അംഗങ്ങളാണ്, പ്രധാനമായിട്ട് 2 അംഗങ്ങൾ യെച്ചൂരിയും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടുമായിരുന്നു. കാരണം ആ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്ന ഒരാൾ യെച്ചൂരിയാണ്. കാരണം യെച്ചൂരിക്ക് ആ പിന്നെ എന്താ പറയണ്ടത്, ആ ഹൈഡ് കരാറിൻ്റെ ന്യൂയാൻസസ്, അതിലുള്ള വകുപ്പുകൾ, ആ വകുപ്പുകളിൽ എന്തൊക്കെയാണ് ഇന്ത്യൻ താല്പര്യത്തിന് എതിരായിട്ടുള്ളത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് ഈ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോള്. എപ്പോഴും വൈകുന്നേരം യോഗം നടക്കുക, അത് രാത്രി അവസാനിക്കുക, ഒരു 8 മണിക്കൊക്കെ അവസാനിക്കുക. 8 മണിക്ക് അവസാനിച്ചാൽ ഞങ്ങൾ നേരെ AK സെൻറ്ററിൽ പോകും. കാരണം യെച്ചൂരി AK സെൻറ്ററിൽ വന്നതിന് ശേഷം മടങ്ങിപ്പോകുള്ളൂ. അതായത് ആ രീതിയിലുള്ള നല്ല ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയാവുന്ന ഒരു വലിയ നേതാവിനെയാണ് ശരിക്കും CPMന് നഷ്ടമായിട്ടുള്ളത്.